സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. 10 ദിവസം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡൽഹിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമെത്തിയിരുന്നു. ഇന്ന് രാവിലെ KC വേണുഗോപാലുമായി രാഹുൽ ഗാന്ധി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തലയുമായി അരമണിക്കൂറോളം രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടന്നത്. കേരളത്തിൽ ചരിത്ര വിജയം നേടാൻ UDF-നെ സഹായിച്ചത് VD സതീശനായിരുന്നെങ്കിലും ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ ജനങ്ങളുടെ പൊതുവികാരം കണക്കിലെടുത്താണ് കോൺഗ്രസ് നേതൃത്വം VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ഘടകകക്ഷികളുടെ പിന്തുണ സതീശനായിരുന്നു. KPCC-യുടെ മുൻ ഭാരവാഹികളും സതീശനെ പിന്തുണച്ചു. 102 സീറ്റുമായി ചരിത്ര വിജയം നേടിയിട്ടും 10 ദിവസമായി മുഖ്യമന്ത്രി പദത്തിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് കടുത്ത അവമതിപ്പാണ് ഉണ്ടാക്കിയത്. സതീഷിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡ് സജീവമായി പരിഗണിച്ചിരുന്നെങ്കിലും VD സതീഷിനായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നടത്തിയ കടുത്ത സമ്മർദ്ദമാണ് നിർണായകമായത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം സതീശൻ നടത്തിയ പോരാട്ടവും ഘടകകക്ഷികളുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധവും ഹൈക്കമാൻഡിനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചു. സതീശനെ മുഖ്യമന്ത്രിയാക്കാത്ത പക്ഷം മുന്നണിയിലുണ്ടായേക്കാവുന്ന വിള്ളലുകൾ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ചിന്തിപ്പിച്ചു. ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന അധിക മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും സന്തുലിതമായി കൈകാര്യം ചെയ്യുക എന്ന നയതന്ത്രജ്ഞതയും അദ്ദേഹം പയറ്റേണ്ടി വരും. എങ്കിലും വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള സതീശൻ കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. കേരള രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായും UDF-ന്റെ നട്ടെല്ലായി മാറിയ VD സതീശന്റെ ജീവിതം ഒരു പോരാട്ടത്തിന്റെ കൂടി കഥയാണ്. വെറും ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് മികച്ച പാർലമെന്റേറിയനിലേക്കും അവിടെ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുമുള്ള അദ്ദേഹത്തിന്റെ വളർച്ച. പറവൂരിലെ കായൽ കാറ്റേറ്റ് വളർന്ന ഒരു സാധാരണ ബാലനിൽ നിന്ന് കേരള നിയമസഭയുടെ നടുത്തളത്തിൽ ഭരണപക്ഷത്തെ വിറപ്പിക്കുന്ന നാവായി VD സതീശൻ മാറിയത് അപ്രതീക്ഷിതമായ ഒരു വിസ്മയമല്ല. കൃത്യമായ പ്ലാനിങ്ങും അസാമാന്യമായ വായനാശീലവും ചേർത്ത് വെച്ച ഒരു രാഷ്ട്രീയ ഗണിതത്തിന്റെ വിജയമാണിത്. എറണാകുളം ജില്ലയിലെ നിട്ടൂരിലായിരുന്നു ജനനമെങ്കിലും സതീശന്റെ രാഷ്ട്രീയ തട്ടകം പറവൂർ തന്നെയായിരുന്നു. വിശ്വനാഥൻ നായരുടെയും വിലാസിനി അമ്മയുടെയും മകനായി ജനിച്ച സതീശൻ തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നേതൃപാടവം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. KSU എന്ന വൻമരത്തിന്റെ തണലിലായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയത്. മഹാരാജാസ് കോളേജിലെ ചുവപ്പൻ കോട്ടകളിൽ തന്റേതായ ഇടം വെട്ടിത്തുറന്ന സതീശൻ പഠനത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ മികവ് പുലർത്തി. 2001-ലായിരുന്നു സതീശൻ ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത്. കന്നി പോരാട്ടത്തിൽ തന്നെ പറവൂരിന്റെ മനസ്സ് കീഴടക്കിയ അദ്ദേഹം പിന്നീട് ആ മണ്ഡലത്തെ തന്റെ അഭിവാജ്യ ഘടകമാക്കി മാറ്റി. തോൽവി അറിയാത്ത പോരാളിയായി സതീശൻ പറവൂരിൽ ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായ തലമുറ മാറ്റത്തിന്റെ പ്രധാന ഗുണഭോക്താവായിരുന്നു സതീശൻ. രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു. തകർന്നടിഞ്ഞ ഒരു മുന്നണിയും ഗ്രൂപ്പ് പോരിൽ തളർന്ന ഒരു പാർട്ടിയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് തന്റെ പ്രവർത്തന ശൈലി കൊണ്ട് തന്നെ മറുപടി നൽകി. ഓരോ വിഷയത്തിലും കൃത്യമായി ഗൃഹപാഠം ചെയ്ത് അദ്ദേഹം സർക്കാരിനെ കടന്നാക്രമിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരനുമായി ചേർന്ന് സതീശൻ തീർത്ത സുധാകരൻ സതീശൻ കോംബോ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയൊരു ഉണർവ് നൽകി. പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്തുന്നതിനൊപ്പം തന്നെ സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടി എത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം സതീശൻ ഒരു വലിയ പുസ്തകപ്രേമി കൂടിയാണ്. വെറും വൈകാരിക പ്രസംഗങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകളും നിയമവശങ്ങളും കോർത്തിണക്കിയാണ് അദ്ദേഹം പത്രസമ്മേളനങ്ങൾ പോലും നടത്തുന്നത്. നിയമസഭയിൽ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ പലപ്പോഴും ഉത്തരമില്ലാതെ ഭരണപക്ഷത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ നേതാവായിട്ടാണ് യുവാക്കൾ സതീശനെ കാണുന്നത്. അനാവശ്യമായ ആചാരങ്ങൾക്കപ്പുറം പ്രായോഗിക രാഷ്ട്രീയത്തിന് അദ്ദേഹം മുൻഗണന നൽകുന്നുമുണ്ട്. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നേതാവാണ് സതീശനെന്ന് പറയാം. വർഗീയതയ്ക്കെതിരെയും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ പ്രശംസനീയമാണ്. കേരളം വീണ്ടും ഒരു മാറ്റത്തിനായി കാതോർക്കുമ്പോൾ സതീശന്റെ തന്ത്രങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. സതീശന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വഴിയിൽ ഏറ്റവും നിർണായകമായത് പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലായിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സജീവ പിന്തുണ കോൺഗ്രസിന് എത്രത്തോളം അനിവാര്യമാണെന്ന പ്രായോഗിക രാഷ്ട്രീയം പ്രിയങ്കയെ ഗൗരവമായി ചിന്തിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ലീഗിനെ പോലെ ഒരു വിശ്വസ്ത പങ്കാളിയെ പിണക്കരുത് എന്ന പ്രിയങ്കയുടെ നിലപാട് സതീശന് തുണയായെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ചൊരു നേതാവായിരുന്നു VD സതീശൻ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലും മികച്ച ഒരു നേതാവാകുമെന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.